ഹായ് ഫ്രണ്ട്സ്, ദ ഷുഗർ പ്ലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വറ്റിച്ച മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ അതില്ലാത്തതിൻ്റെ പേരിൽ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനി നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പേസ്റ്റ് പോലെ ആക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് പുളിവെള്ളം കൂടിയാണ്. നമ്മളെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചാൽ നല്ല അടിപൊളി ചാള എടുക്കാം. നമ്മളിവിടെ ചാള മത്തി എന്നൊക്കെ പറയും കേട്ടോ. നമുക്കിനി ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. സാധാരണ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് വരയാറില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മസാല ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരു ചട്ടി വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചട്ടി ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മീനും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.